അവള് ബിയാമ്പള്ളിക്കകത്ത് ആ കോളനിക്കകത്ത് കിടന്ന് അഹങ്കരിക്കുന്നില്ലേ? എന്റെ പൊന്ന് മോൻ സത്യമായിട്ട്, എന്റെ പൊന്ന് മക്കൾ സത്യമായിട്ട് വേണ്ടെന്ന് വിഷയമാണ്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എനിക്ക് ഏറെ 3 ദിവസം കിടന്നാൽ മതി. എനിക്ക് 2 കരപ്പിച്ചിട്ട് എന്തായാലും ഉണ്ട്. 3 മാസത്തിന് കൂടുതൽ ഞാൻ കിടക്കത്തുമില്ല. എനിക്കറിയാം കിടക്കാൻ. വലിയ അഹങ്കാരം കാണിച്ച പബ്ലിക്കിന് പറയാനാ അവരതിനെ ചവിട്ടി കീറുന്ന് പറഞ്ഞേരെ. അവളുടെ അടുത്താണ് പറഞ്ഞത്, അടി പൂറി മോളെ വീട്ടിൽ കയറി ചവിട്ടി കീറും. കാരണം എന്ന് വെച്ചാൽ നിന്നെ സഹിച്ചതിന് കുറെ കണക്കൊണ്ടിട്ടാ. നിന്നെ സഹിക്കാൻ എനിക്കൊന്നും പറയല്ല. എനിക്ക് ഏറെ വന്നൊരു 100 ദിവസം ഞാൻ കറക്കൂടി ഞാൻ 9 മാസം കിടന്നിട്ടുണ്ട്. പിന്നെ 100 ദിവസം കിടക്കാൻ ഈ പാട് ഇതെല്ലാം നമ്മളെ കേൾക്കുന്നുണ്ട്. വിടുമ്പോ നീ ആടി അവരാതി മുക്കോത്തി പൂറി മോളെ കുറത്തി. പിന്നെ ഇത്രയും ഇങ്ങനെ ഒരു ലൈവ് ഇടണോന്ന് ആദ്യം വേഷയായില്ലടി. നിന്റെതല്ല ഹറാമിലുണ്ടായ കുട്ടികളല്ലേ. ഇക്ക ഒരു ഇസ്ലാം മതം അവള് സ്വീകരിച്ചിട്ടില്ല. അവള് ഇസ്ലാം മതം ജാതി ഒന്നും വിഷയമില്ല. അവള് കഴിവാത്ത പൂരിയുടെ കേസ് നമ്മള് പറയേണ്ട ആവശ്യം. നമ്മളെ കണ്ടാരെങ്കിലും പോകും. അതാണ് ഇന്നലെ കണ്ടല്ലടി നീ ആരോ എനിക്ക് സ്ക്രീൻഷോട്ട് എനിക്ക് എടുത്തിട്ട് അവളെ കുറെ നാളോട് ചേച്ചി ചേച്ചിന്ന് ഞാൻ വിളിച്ച് ഞാൻ ഒഴിവാക്കി വിടെ. അവള് അതിന് എന്റെ ഉമ്മ ലോഡ്ജിന്ന് വിളിച്ചതാ. നിന്റെ ഏവനടി അവൻ ഞാൻ വരുന്നുണ്ട് കേട്ടോ ആലുവയില്. അവനെ കാണാൻ അവനെ പെരുമാറല്ലേ. അവനെ കണ്ടിട്ടേ നമ്മള് തിരിച്ചു വരും. അത് കണ്ടേ വരും. അവനെ കണ്ടിട്ടേ വരും നമ്മള്. നിന്നെ വെയിറ്റിംഗ് ആണ്ടാ. നീ പെണ്ണായതുകൊണ്ട് നിനക്ക് ശാല വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. നീ അവിടെ നെല്ല്. എടി അമ്മക്ക് ഇനി ഒന്നും പോവാനില്ല. ഒന്നും പോവാനെന്ന് വെച്ചാൽ നീ നമ്മളെ പബ്ലിക്കിലിട്ട് എന്റെ അമ്മയെ രഹസ്യമായിട്ട് എന്റെ അമ്മയുടെ വിവരമില്ലായ്മ കൊണ്ടാണ് പബ്ലിക്കിൽ തള്ള വിളിച്ചത് മോളെന്ന്. അതിന്റെ 2 ദിവസത്തിന് മുമ്പ് എന്റെ വാപ്പായ നമ്മളെ മാനിലേക്ക് ചേച്ചി വിട്ടളെ ചേച്ചി പോട്ട് ചേച്ചി എന്തൊക്കെ പറയും എന്റെ അടുത്ത്. നീ കേക്കൂലല്ലേ? നീ തുടങ്ങും 2 മണി തൊട്ട് ലൈവ്. എടി പട്ടി പൂറി മോളെ, എനിക്ക് ഏറി വന്ന 100 ദിവസത്തിൽ കയറി കിടക്കണം. നിന്നെ കൊന്നാലാണ് കേട്ടാ. 100 ദിവസം കിടന്നാ മതി. നിന്നെ ഓത്ത എനിക്ക് 45 ദിവസം കിടന്നാ മതി. നിന്നെ അരിയോടി നമ്മള് ഭീമാപ്പള്ളി കയറി പബ്ലിക്കിലാണ് പറയണത്. എനിക്ക് കരപ്പിച്ചിട്ടുണ്ട്. 1 അല്ല 3 എണ്ണം ഉണ്ട്. എനിക്ക് ഇറങ്ങാൻ നല്ലോണം അറിയാം. പിന്നെ എനിക്ക് നിൽക്കുന്ന പയ്യന്മാരെ ഇറക്കാനും എനിക്കറിയാം. നിന്നെ വേണ്ടെന്ന് പറയണ നീ പലതും നീ മതി കേട്ടാ. നിന്റെ അവസാനം ഒരിക്കും കേട്ടാ. വേണ്ട, നീ പോയി രക്ഷപ്പെട്. നീ എങ്ങനെ ജീവിക്കട്ടെ. നീ അതിനെ ഉമ്മാനെ ലോഡ്ജ് ചെയ്ത് പിടിപ്പിച്ച വരുന്നുണ്ട് ഞാൻ. നിന്റെ കോളനി ഒന്നും എനിക്കൊരു വിഷയമുള്ള കേസല്ല. എനിക്ക് അവിടെ എനിക്ക് നല്ല പയ്യന്മാരുണ്ട്. എനിക്കൊരു 10,000 കേസേ ഉള്ളൂ. കുറച്ച് പിള്ളേർക്ക് പാർട്ടി നടത്തുക. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മസ്റൂറ ഫാത്തിമ എന്ന ചാനലിലെ നിജിലെ ഇപ്പൊ ഒട്ടുമിക്ക പേർക്കും അറിയാമെന്ന് തോന്നുന്നു. ഇപ്പൊ അവര് കുറച്ച് വൈറലായി തന്നെ ഇരിക്കുകയാണ്. ഏറെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് 4ാമത് വിവാഹം കഴിച്ചത് കൊണ്ടാണ് ഇപ്പൊ കൂടുതലായിട്ട് അവർ ഏറിൽ തന്നെ നിൽക്കുന്നത്. അവര് 4ാമത് വിവാഹം കഴിക്കുകയോ 5ാമത് വിവാഹം കഴിക്കുകയോ അതൊന്നും യാതൊരു വിഷയമില്ല. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. 10 കല്യാണം കഴിക്കണോ, 5 കല്യാണം കഴിക്കണോ, 2 കല്യാണം, അങ്ങനെ അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ്. എത്ര കല്യാണം കഴിക്കണം, ആരുടെ കൂടെ ജീവിക്കണം എന്നൊക്കെയുള്ളത് അവരവരുടെ ചോയ്സ് ആണ്. പക്ഷെ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ തെറി പറയുന്നത് ശരിക്കും അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നേ ഇല്ല. അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഉമ്മാനെ ആയാലും എന്ത് കാരണം കൊണ്ടോ ആയിക്കോട്ടെ മറ്റുള്ളവരെ പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് ഇങ്ങനെ തെറി പറയുന്നത് ഒരിക്കലും നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. എന്ത് വിചാരിച്ചാലും ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ ആർക്കും ഒന്നും ചെയ്യണം. നമ്മളെ നിയമം അതിനെ അനുവദിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇക്കാക്ക് ആലുവ സ്റ്റാൻഡ് ആണെങ്കിലും ബാക്കി എന്താണെങ്കിലും അത് ഞാൻ സഹിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി സോഷ്യൽ മീഡിയയിൽ നമ്മളെ ലൈഫ് മുന്നോട്ടാണ് കൊണ്ടുപോകേണ്ടിയുള്ളത്. അല്ലാതെ കഴിഞ്ഞുപോയ കാര്യത്തിനെ കുറിച്ചൊന്നും ഇനി നമുക്ക് പറയാൻ ടൈമില്ല. പിന്നെ മകന്റെ കാര്യം, അത് ചൈൽഡ് ഇതിൽ നമ്മളെ ഈ രജിസ്റ്റർ മാരേജിന്റെ കാര്യം കഴിഞ്ഞു. പിന്നെന്തായാലും ഒരിക്കലും പിന്നെ പറഞ്ഞ് എവളെ എൻ്റെ കോമ്പൗണ്ടിൽ കയറരുത്, എവളെ കോമ്പൗണ്ടിൽ ഞാൻ കയറൂല. അപ്പൊ എൻ്റെ വീട്ടിന്റെ സൈഡിൽ കിടന്ന കുറ്റിച്ചൂലും എൻ്റെ അവിടെ ഇരുന്ന എല്ലാം പറക്കിക്കൊണ്ടു കളഞ്ഞു. സോപ്പും വരെ പറക്കിക്കൊണ്ടുപോയി. അത് കുഴപ്പമില്ല, എടുത്തോണ്ട് പോട്ടെ. എന്നിട്ട് കള്ളം പറയണ എന്തിന്? നാട്ടൊരു മൊത്തവും കൂടിയിട്ടെന്ന് അവിടെ ഉമ്മ ഒരു ബിഗ് ഷോ ആയിരുന്നു. അവിടെ ലാസ്റ്റ് ബോധം കെട്ടു അങ്ങ് വീണ് 18 അടവ്. എനിക്ക് ചിരി വന്ന അതിലാണ്. നല്ല തറ നോക്കിട്ടേ വന്ന് കറങ്ങിട്ട് നല്ല തറ നോക്കിട്ട് ഒരൊറ്റ വീഴക്കാം. കഷ്ട നൗഫല് താങ്ങിയെടുത്തിട്ട് എടിച്ച് അജിന വെള്ളം എടുത്തോണ്ട് വാടി. പിന്നെ ഞാൻ ഇതെല്ലാം പബ്ലിക്കിൽ ഇടുന്ന എന്തുകൊണ്ടെന്നറിയാമോ? ആ രായമ്മയ്ക്ക് കൊടുത്ത വീഡിയോ എന്ന് ഡിലീറ്റ് ചെയ്യുന്നു അന്ന് ഇതും ഡിലീറ്റ് ചെയ്യും. ഇപ്പോഴത്തേതാ ഈ വീഡിയോ ഷാഹിദ ബീബിക്കുള്ള മറുപടിയാണ്. എന്തായാലും തള്ളേന്ന് വിളിക്കരുതേന്നാണ് പറഞ്ഞത്.
ഉമ്മാന്ന് വിളിക്കരുത്. നിന്റെ ഉമ്മ അല്ലെന്നല്ലേ പറഞ്ഞു. ഉമ്മാന്ന് വിളിക്കരുത്, തള്ളേന്ന് വിളിക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഷാഹിദ ബീബിക്കുള്ള മറുപടിയാണ് പറഞ്ഞത്. അപ്പൊ അവര് ചോദിച്ചു, നിങ്ങൾ 3 മക്കളെ വളർത്തുന്നില്ലേ പോലീസുകാരൻ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ വളർത്തിയതിന്റെ ഒരു കാര്യം രായമ്മേടെ അടുത്ത് പറഞ്ഞാലൊക്കെ ഞാനൊന്ന് പറയട്ടെ മേഡം എന്ന് ചോദിച്ചു. അപ്പൊ ഒന്നും മിണ്ടിയില്ല. രായമ്മേടെ അടുത്ത് എന്റെ പണ്ടത്തെ കാര്യവും ഇല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ തള്ളേന്റെ ഒരു കാര്യം അങ്ങ് പറഞ്ഞോട്ടാന്ന് ഞാനും ചോദിച്ചു, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിന്ന്. അതും കൂടെ രായമ്മ വിളിച്ചൊന്ന് ചോദിക്കണം, എന്തുകൊണ്ട് മോൾ ഇത്രയും തള്ളയെ പറയാൻ കാര്യം എന്ത് എന്ന്. കാരണം ഇത് ഞാൻ പറയില്ലായിരുന്നു, എനിക്ക് തള്ളയെ നന്നേ ബലപ്പെട്ടത് തന്നെയായിരുന്നു. പക്ഷെ എൻ്റെ ചുമ്മാതുള്ള കാര്യങ്ങളെല്ലാം പബ്ലിക്കിൽ വിളമ്പിയത് ആരാണ്? ഉമ്മ തന്നെയാണ്. അവരും അബദ്ധത്തിലാണ് തോന്നുന്നത്. ആ വീഡിയോ അവരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. നൗഫലിന്റെ അടുത്ത് അതല്ലേ പറഞ്ഞ, നമ്മളിത് അങ്ങനെയുള്ള ചിന്തയിലല്ല പറഞ്ഞ. പക്ഷെ ഇവര് റെക്കോർഡ് ചെയ്തെന്ന് പിന്നെ വീട് വരണം വിൽക്കുന്ന എന്നെ കാരണം നാണക്കേട്. നിനക്ക് ഇങ്ങനെ ഒരു പെങ്ങളില്ല, നീ തന്നെ. നെജിലയ്ക്ക് തീരുമാനിക്കാം ആരുടെ കൂടെ ജീവിക്കണമെന്നും ജീവിക്കണ്ട എന്നൊക്കെ, എത്ര ഹസ്ബൻഡ് വേണം എന്നൊക്കെ നെജിലയ്ക്ക് തീരുമാനിക്കാം. പക്ഷെ ആ ഉമ്മ പറഞ്ഞത് ആ ഉമ്മയുടെ ആദ്യ കാരണമാണ്. ആ ഉമ്മയ്ക്ക് അറിഞ്ഞൂടാ അപ്പുറത്തൊരാള് അത് റെക്കോർഡ് ചെയ്യുമെന്നോ മറ്റെന്തെങ്കിലും എന്തോന്നുണ്ടെന്നോ ഒന്നും ആ ഉമ്മയ്ക്ക് യാതൊന്നും അറിയില്ല. അവരൊക്കെ പഴയ ആൾക്കാരാണ്, അവർക്കൊന്നും അറിയത്തില്ല. അവരൊരു സംസാരത്തിനിടയിൽ അവരവരുടെ മനസ്സിലുള്ള ആദികൾ സംസാരിച്ച് പോയതാണ്. അതിന്റെ പേരിൽ ആ ഉമ്മയെ തള്ളയെന്നും മറ്റതും മറിച്ചതും ഒന്നും പറയാൻ പാടില്ല. ഒരിക്കലും പബ്ലിക്കിൽ വന്നിരുന്നിട്ട് സ്വന്തം പെറ്റുമായ ഇങ്ങനെയൊന്നും പറയാൻ ഒരിക്കലും നല്ല കാര്യമല്ല. എനിക്കെന്തറിയാമോ, ഇത് ജീവനാണ്. എനിക്ക് ജീവിക്കാൻ വേണ്ടി എടുത്തതാണ്, അല്ലാതെ 1 ദിവസമോ 2 ദിവസമോ രായ്മ പറഞ്ഞതൊക്കെ 3 ദിവസം ഉപയോഗിച്ചിട്ട് കളയാനുള്ളതൊന്നും അല്ലല്ലേക്ക. ചെയ്യില്ല. എനിക്ക് എല്ലായിടത്തും നമുക്ക് സന്തോഷമാണ്, അൽഹംദുലില്ലാ, വേറെ വിഷയമൊന്നുമില്ല. ദൈവം സഹായിച്ച് എല്ലാം കൊണ്ടും ഹയറാണ്. ഇന്നിപ്പോൾ വേണ്ട ഓട്ടൊക്കെ ചെയ്തിട്ട് വന്നേക്കാണ്. നമുക്ക് ഇവിടെ ഇനി MBA എന്തോ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇനി എന്തുണ്ടെങ്കിലും നമ്മളൊക്കെ തനി കാട്ടുവാസികളാണ്. എവിടെ ഇളക്കി നോക്കിയാലും നമ്മളെ പേര് അവിടെ ഉണ്ടാവും. പിന്നെ ഇന്ന് പോലീസിന്റെ അടുത്ത് പല്ലൊക്കെ ഞാൻ കാണിച്ചു കൊടുത്ത്, പല്ലൊക്കെ ഇരിക്കുന്നു. അതൊക്കെ ശരിയാവും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ചെറിയാവൂടി സമാധാനപ്പെട്ട് കേസിന് മഴക്കൊന്നും പോകണ്ട. അവരാഗ്രഹം ചെയ്യട്ടെ. അവൻ വീട് മാറി പോണവരല്ലേ ഇവർ ഇത്ര പിടുത്തം പിടിക്കൂ. അത് കഴിഞ്ഞാൽ ഇവർ ഊപ്പാട് വരും. കൊച്ചിനെ നോക്കൊക്കെ എന്ന് പറഞ്ഞാൽ നിസ്സാര കേസാണ്. ഞാൻ അവിടെ നിന്ന് വീഡിയോ പിടിക്കും പബ്ലിക്കിലിടും. അവിടെ നിന്ന് ഫോൾട്ട് വരും, വീഡിയോ പിടിക്കും പബ്ലിക്കിലിടും. തെറ്റ് കണ്ടാൽ ഏത് മാതാപിതാക്കളും മക്കളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യും. അത് അവരോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാണ്, അല്ലാതെ ഇഷ്ടമില്ലായ്മ കൊണ്ടല്ല. അത് മനസ്സിലാക്കാൻ നെജിലേക്ക് കഴിയാതെ പോയി. അതാണ് ഈ പബ്ലിക്കിൽ വന്നിരുന്നിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അവരുടെ ആദ്യം കൊണ്ടാണ് ഒരാൾ കോൾ ചെയ്തപ്പോൾ പലതും സംസാരിച്ച് പോകുന്നത്. അവർക്ക് ഇഷ്ടമില്ലായല്ല അത്. മെനിയാന്ന് വിളിച്ചതാ ഫോൺ ഫാറൂഖ് ഉസ്താദിന്ന്. കണ്ടിട്ട് പോവാൻ പാ. മക്കളിഞ്ഞു വാ, ആരും പറയാൻ കേൾക്കണ്ട. മക്കളിറങ്ങി വാ, മോറങ്ങി വാ, പൊന്നിറങ്ങി വാ. അമ്മച്ചി കണ്ടിട്ട് പോവാനാണ്. വാ മക്കൾ, ആരും ഒന്നും ചെയ്യൂല. ഇവരൊക്കെ പറയണ ചുമ്മാതെയാണ്, അടിക്കൊന്നുമില്ല. മക്കളിറങ്ങി വാ, പൊന്നിറങ്ങി വാ. അമ്മച്ചി അന്ന് സ്കൂള് വിട്ടതല്ലേ എന്റെ പൊന്നോം. വാ, പാപ്പച്ചിയൊന്നും ഒന്നും ചെയ്യൂല. മുസ്താഖിനെ പിടിച്ച് അകത്ത് വെച്ചേക്കുന്നതിന് ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. മുസ്താഖ് ഇറങ്ങി വാ, ഉമ്മച്ചീടെ മോനാണ്, ഞാനാണ് നിന്നെ പ്രസവിച്ചത്. മക്കൾ ആര് പറയണേ കേക്കണ്ട, ഇറങ്ങി വാ, പൊന്നെ ഇറങ്ങി വാ. അവൻ വരട്ടെ, മക്കൾ ഇറങ്ങി വാ. മുസ്താഖ് ഇറങ്ങി വാ മോനെ, ഇറങ്ങി വാ പൊന്നോനെ, ഇറങ്ങി വാ പൊന്നോമ്പാ. എൻ്റെ കൊച്ചിനെ എനിക്ക് കാണിച്ചു തരണം, എൻ്റെ കുട്ടീനെ എനിക്ക് കാണിച്ചു തരണം. ഇക്ക കാണിച്ചു തരൂല മോനെ. അപ്പൊ എന്റെ ഉമ്മ പറയണെന്ന് പറഞ്ഞാൽ കാമ്പൗണ്ടിൽ കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പോലീസുകാരൻ പറഞ്ഞു അതൊന്നുമല്ല, ഇവിടെ വന്ന് കാണുമെന്ന് പറഞ്ഞു. നിങ്ങളെ വളർത്തുന്നെങ്കിൽ തള്ളക്ക് ഇവിടെ വന്ന് കാണാനുള്ള അവകാശമുണ്ട്. തള്ള ഇവിടെ പോലീസ് പറഞ്ഞ എന്താണെന്നറിയാമോ, അവരങ്ങ് വളർത്തിക്കോട്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ അല്ല, അവനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പേടിപ്പിച്ച് ഷംസ് ഇങ്ങനെ ചെയ്തത് കണ്ട് ഷാം പാപ്പച്ചി ഇങ്ങനെ ചെയ്യും, അതുകൊണ്ട് മോൻ പോവരുതേ. അന്ന് നമ്മളെ കൂടെ നിന്ന മകനാണ്. പിന്നെ ഇത് എനിക്ക് പറയേണ്ടിയുള്ളതെന്ന് വെച്ചാൽ
ഇനി എനിക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് കാണേണ്ട കാര്യമില്ല എന്നാണ് ഉമ്മ പറഞ്ഞത്. അപ്പോൾ പോലീസ് പറഞ്ഞു അവരിവിടെ തന്നെ നിൽക്കും, കാരണം അവരെ മോൻ നിങ്ങളെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോഴത്തേക്ക് കാണിച്ചു കൊടുത്തേ പറ്റൂ. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോൾ അവ ഓട്ടോമാറ്റിക് വരും. വേറെ കളത്തിന് പറഞ്ഞ ഇവിടെ വന്നിടുന്ന് ഭയങ്കര ചീത്ത വിളിയായിരുന്നു. ഞാൻ പറഞ്ഞു സാറേ ഇവിടെ നിന്ന് പോയപ്പോഴേ ഞാൻ പറഞ്ഞു ഇതെനിക്ക് നേരത്തെ അറിയായിരുന്നു ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് വീഡിയോ പിടിച്ചോണ്ട് പോകാനാണ് ഞാൻ പറഞ്ഞിട്ട് വേണം വിട്ടത്. സാർ സംശയം ഉണ്ടെങ്കിൽ ഫോൺ എടുത്ത് നോക്കിയാൽ ഞാൻ വീഡിയോ പബ്ലിക്കിൽ ആദ്യമേ തന്നെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം. പിന്നെ ഇത് മിച്ചുമോനെ ചെന്നപ്പോഴത്തേക്ക് ഇറങ്ങടാ 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 മസ്രൂർത്തോണ്ട് എന്തിനുകൊണ്ടേ വീഡിയോ പിടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത്. അത് ഇതിപ്പോ നൗഫൽ വേറെ പ്രശ്നമില്ല, നാത്തും വേറെ പ്രശ്നമില്ല, ഈ തള്ള മാത്രമേ. ഇവര് ഈ ഫസ്റ്റ് ദിവസം ആരായാലും പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ഒന്നുകിൽ വന്ന് ഒഴിഞ്ഞു പോകും.